സങ്കരയിനം പശുക്കളാണ്. അതുപോലെ തന്നെ ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ സങ്കരയിനം പശുക്കൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ വളർത്തുന്നത്. ഇനി പ്രായം വളരെ പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് പശുവിൻ്റെ പ്രായം നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പല്ല് നോക്കിയിട്ടാണ് അല്ലേ? പല്ല് നോക്കിയിട്ടാണ്. പശുവിന് ആകെ എത്ര പല്ലുള്ളത്? ആകെ 32 പല്ലാണുള്ളത്. അതിൽ മുന്നിലുള്ള കോമ്പല്ല്, താഴത്തെ ഇതിലുള്ള മുന്നിലുള്ള കോമ്പല്ലിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ഇത് പ്രായം നിർണ്ണയിക്കുന്നത്. ഉളിപ്പല്ല് മുന്നിലുള്ള ഉളിപ്പല്ലിൻ്റെ ഇടയ്ക്ക് സൈഡിലുള്ള പല്ലില്ല, അതുകൊണ്ടാണ് സൈഡിലൂടെ നമ്മൾ പശുവിൻ്റെ വായിൽ കൈയിടുന്നത്. അപ്പോൾ മുന്നിലുള്ള പല്ലുകളുടെ എണ്ണം നോക്കിയിട്ടാണ്. സാധാരണഗതിയിൽ മുന്നിൽ 4 ജോഡി പല്ലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ജോഡി വരുമ്പോൾ പ്രായം 2 വയസ്സാവും, 2 ജോഡി വരുമ്പോൾ 3 വയസ്സാവും. അതാണ് നിങ്ങൾക്ക് 3 വയസ്സാകുമ്പോൾ 4 പല്ല് കാണാം. അതിന് മുമ്പുണ്ടാവുന്നത് പാൽപ്പല്ലായിരിക്കും, ചെറിയ പല്ലായിരിക്കും. സ്ഥിരം പല്ല് ആദ്യത്തെ ജോഡി വരുന്നത് 2 വയസ്സാവുമ്പോഴും രണ്ടാമത്തെ ജോഡി വരുന്നത് 3 വയസ്സാവുമ്പോഴുമാണ്. അപ്പോൾ 3 വയസ്സായ പശുവിന് നോക്കുമ്പോൾ മുന്നിൽ 4 സ്ഥിരം പല്ലുകൾ ഉണ്ടാവും. 4-ാമത്തെ വയസ്സാവുമ്പോൾ 3 ജോഡി പല്ലുകൾ വരും. 5 വയസ്സാവുമ്പോൾ 4 ജോഡി പല്ലുകളും വരും. 4 ജോഡി എന്ന് പറയുമ്പോൾ 8 പല്ല് അല്ലേ? 8 പല്ലുകളും ഉണ്ടാവും. അപ്പോൾ പാൽപ്പല്ലുകൾ ജനിക്കുമ്പോൾ ഉണ്ടാവും ചിലപ്പോൾ 1 ജോഡി പാൽപ്പല്ലുകൾ ഉണ്ടാവും. പാൽപ്പല്ലുകളെല്ലാം പോയി സ്ഥിരം പല്ലുകൾ വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ പ്രായം നിർണ്ണയിക്കുന്നത്. 2 വയസ്സാവുമ്പോൾ ആദ്യത്തെ ജോഡി സ്ഥിരം പല്ലും, 3 വയസ്സാവുമ്പോൾ രണ്ടാമത്തെ ജോഡി സ്ഥിരം പല്ലും, 4 വയസ്സാവുമ്പോൾ 3-ാമത്തെ ജോഡി സ്ഥിരം പല്ലും, 5 വയസ്സാവുമ്പോൾ 4-ാമത്തെ ജോഡി സ്ഥിരം പല്ലും വരും. അതിനുശേഷം പല്ലുകളിൽ തേയ്മാനം സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പ്രായം കൂടി പരിഗണിച്ച് വേണം നമ്മൾ പശുക്കളെ വാങ്ങിക്കാൻ. അല്ലാതെ വളരെ പ്രായക്കൂടുതലുള്ള പശുക്കളെ വാങ്ങരുത് എന്നുള്ളതും കൂടി വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അകിടിൻ്റെ ഘടന വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ആദായകരമാകണമെങ്കിൽ ഈ ഓരോരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അകിടിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ പാലുൽപാദനത്തിന് വേണ്ടി, പാലിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പശുവിനെ വളർത്തുന്നത്. അപ്പോൾ നല്ല ഒരേപോലെയുള്ള യൂണിഫോം ആയിട്ടുള്ള 4 അകിടുകളുമുള്ള പശുവായിരിക്കണം, മാർദ്ദവമുള്ള അകിടായിരിക്കണം, കൃത്യമായി 4 മുലയിൽ നിന്നും പാല് വരുന്നുണ്ടായിരിക്കണം. അത് ശരീരത്തിൽ നിന്നും വല്ലാതെ തൂങ്ങി നിൽക്കുന്ന അകിടാവാൻ പാടില്ല. കൃത്യമായി നമുക്ക് ഈസി ആയിട്ട് കറന്നെടുക്കാൻ പറ്റുന്നതായിരിക്കണം. പാൽ ഞരമ്പുകൾ വളരെ കൃത്യമായിട്ട് കാണുന്നതായിരിക്കണം. അത്തരത്തിൽ അകിടിൻ്റെ ഘടന എന്ന് പറയുന്നത് നമുക്ക് ആദായകരമായി കൃത്യമായി പാൽ ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. ഇൻഷുറൻസ് പ്രധാനമാണെന്ന് പറയാൻ കാരണം നമ്മുടെ ഇന്നത്തെ പശുക്കളുടെ വില എന്ന് പറയുന്നത് ശരാശരി 80,000 1 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുക്കൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമ്മുടെ കർഷകരെ സംബന്ധിച്ച് താങ്ങാവുന്നതല്ല. പലപ്പോഴും സംഭവിക്കുന്നത് വലിയ വിലയുള്ള ഒരു പശു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല കർഷകരും ഈ മേഖല വിടുന്ന ഒരു ടെൻഡൻസി, ഒരു പ്രവണത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇൻഷുറൻസ് സൗകര്യം ലഭ്യമാക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പശുക്കളെയും നമുക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ 24-25 വർഷം കേരള സർക്കാർ ഗോസമൃദ്ധി ഇൻഷുറൻസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ പ്രീമിയത്തിനാണ് ഒരുക്കളെ ഇൻഷുർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു വർഷം ചെയ്യുന്നതിന് പ്രീമിയം 4.48%, 3 വർഷത്തേക്ക് ചെയ്യുന്നതിന് 10.98%. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 65,000 രൂപ വിലയുള്ള ഒരു പശുവിനെ ഇൻഷുർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രീമിയം വരുന്നത് 2,912 രൂപയാണ്. ഈ 2,912 രൂപയിൽ പകുതി 1,400 സംതിങ് രൂപ സബ്സിഡിയാണ്. ആ സബ്സിഡിയിൽ തന്നെ 100 രൂപ കേരള ഫീഡ്സ് ഒരു സബ്സിഡി അനുവദിക്കുന്നുണ്ട്. അപ്പോൾ 1,300 സംതിങ് രൂപ മാത്രമാണ് ഒരു 65,000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുന്നതിന് ഒരു കർഷകൻ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കിയത് 2,640 ഇൻഷുറൻസ് ആണ്. സംസ്ഥാനം മുഴുവൻ നടപ്പിലാക്കിയത് 40,000-ത്തിലധികം പശുക്കളെയാണ്. അതുപോരാ, നമുക്ക് നമ്മുടെ കർഷകർ വളർത്തുന്ന ഈ വിലപിടിപ്പുള്ള മുഴുവൻ പശുക്കളെയും തന്നെ ഇൻഷുർ ചെയ്യാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതേസമയം പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട്. പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ യുണൈറ്റഡ് ഇന്ത്യ, ന്യൂ ഇന്ത്യ, ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെ പ്രൈവറ്റ് കമ്പനികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് കൂടുതലാണ്. അതേസമയം ഗവൺമെൻറ് റേറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ്.
ഈ പറഞ്ഞ 65,000 രൂപയ്ക്ക് ഇൻഷൂർ ചെയ്യുന്ന ഒരു പശുവിന് സാധാരണ ഒരു കർഷകൻ അടയ്ക്കേണ്ടി വരുന്നത് 1,300ഓളം രൂപ മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഇത്രയും വിലപിടിപ്പുള്ള ഈ ഉരുക്കളെ മുഴുവൻ ഇൻഷൂർ ചെയ്യാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് ഈ മേഖലയിലുള്ള കർഷകർക്ക് ആദായകരമായി നിലനിൽക്കാൻ അത്യാവശ്യമാണ് എന്നുള്ളതും കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഒന്നുകിൽ സംസ്ഥാന സർക്കാർ നേരിട്ട്, അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകരുടെ മുഴുവൻ ഉരുക്കളെയും നമുക്ക് ഇൻഷൂർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് തീറ്റ നൽകണം? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മുടെ പരിപാലന ചെലവുകളിൽ ഏറ്റവും വലിയ ഭാഗം വരുന്നത് ഏകദേശം 70 മുതൽ 75% ചിലവ് വരുന്നത് തീറ്റ ചെലവാണ്. അപ്പോൾ അത്തരത്തിൽ തീറ്റ ചെലവ് വരുമ്പോൾ തീറ്റ ചെലവ് നമുക്ക് എത്രത്തോളം കുറക്കാൻ സാധിക്കുമോ? തീറ്റ ചെലവ് കുറക്കുക എന്ന് പറഞ്ഞാൽ പശുവിന് തീറ്റ കൊടുക്കാണ്ടിട്ടാണോ? അല്ല, ഒരു പശുവിന് അതിൻ്റെ ഉൽപ്പാദനക്ഷമതയ്ക്കനുസരിച്ച് അതിനാവശ്യമായ തീറ്റ ശാസ്ത്രീയമായ അളവിൽ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതേസമയം ഒരു 6 ലിറ്റർ മാത്രം പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പശുവിന് 10 ലിറ്ററോ 12 ലിറ്ററോ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിനുള്ള തീറ്റ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനക്ഷമതയ്ക്കനുസരിച്ച് അതിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതിനനുസരിച്ച് ശാസ്ത്രീയമായ അളവിൽ കൃത്യമായ രീതിയിൽ തീറ്റ നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ചെലവഴിക്കുന്ന ഓരോ രൂപയും കൃത്യമായി ആദായമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ ആളുകൾക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ 70-75% തീറ്റ ചെലവാണ് വരുന്നത്. തീറ്റ ചെലവ് പരമാവധി കുറച്ചാൽ പാലുൽപാദന ചെലവ് പരമാവധി കുറക്കാൻ സാധിക്കും, പരമാവധി ലാഭം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു വസ്തുതയാണ്. അതിലേറ്റവും പ്രധാനമാണ്, ഞാൻ പറഞ്ഞു, പുൽകൃഷി. CO3, CO4, CO5 പോലെയൊക്കെയുള്ള ഹൈബ്രിഡ് നേപ്പിയർ, ബജ്രയൊക്കെ ചേർന്നിട്ടുള്ള സങ്കര ഇനം പുല്ലുകൾ കൃഷി ചെയ്യുക. അത് കൃത്യമായി ചാഫ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൃത്യമായി ചോപ്പ് ചെയ്ത് പശുക്കൾക്ക് നൽകുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ കട നമുക്കറിയാം, 1-2 മുട്ടുള്ള കട നമ്മൾ നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ കട്ടിങ് നമുക്ക് 60 ദിവസം കഴിയുമ്പോൾ കട്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് എല്ലാ 45 ദിവസം കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആല കഴുകുന്ന വെള്ളം, മൂത്രം ഇതൊക്കെ തന്നെ നമുക്ക് വളമായിട്ട് നൽകിയാൽ മതി. 3 വർഷം കഴിയുമ്പം കട പൂർണ്ണമായി പൊരിച്ച് കളയുകയും പുതിയ കട നടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഉൽപാദനശേഷിയുള്ള ഇത്തരം സങ്കര ഇനം പുൽകൃഷി ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വൈക്കോല് നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ കുറച്ചൊക്കെ വൈക്കോല് നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. കാലിത്തീറ്റ നമുക്കറിയാം, നല്ല സർക്കാർ സംരംഭങ്ങളായ കേരള ഫീഡ്സ്, മിൽമ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തീറ്റയുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ സംരംഭങ്ങളായാലും നല്ല രീതിയിലുള്ള നല്ല ഗുണമേന്മയുള്ള തീറ്റ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ശാസ്ത്രീയമായ അളവിൽ തീറ്റ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ CO3, CO4 ഒക്കെ നടുന്ന കടയുടെ കാര്യം ഞാൻ പറഞ്ഞു. 1-2 മുട്ടുള്ള ഇതുപോലത്തെ കടകൾ നടുകയാണെങ്കിൽ നമുക്ക് ഒരു 60 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ കട്ടിങ്ങും പിന്നീട് എല്ലാ 45 ദിവസം കൂടുമ്പോഴും കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പുൽകൃഷിയിൽ കൂടി നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പശുവിനെ, നമ്മുടെ ടോപ്പിക്ക് തന്നെ കിടാവ് മുതൽ കിടാവ് വരെ എന്ന ഒരു കന്നുകുട്ടി നമ്മുടെ വീട്ടിൽ ജനിക്കുകയാണെങ്കിൽ, അത് പെൺ കന്നുകുട്ടിയാണെങ്കിൽ, ഏതൊരു ക്ഷീര കർഷകൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് അത് വളർന്ന് കിടാരിയായി പശുവായി അത് അടുത്ത ഒരു കന്നുകുട്ടിയെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ചക്രം കൃത്യമായി നടന്നാൽ മാത്രമേ കർഷകർക്ക് ഈ മേഖലയിൽ ആദായകരമായി നിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് ഞാൻ വിശദമായിട്ട് വരാം. പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾ, ഗർഭധാരണം, കൃത്യസമയത്തുള്ള പ്രസവം, നല്ല ആരോഗ്യമുള്ള കന്നുകുട്ടിയുടെ ജനനം, ഇതെല്ലാം തന്നെ കൃത്യമായി നടക്കണം എന്നുള്ളത് ഈ മേഖലയിൽ നമുക്ക് നിലനിൽക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രോഗങ്ങൾ തിരിച്ചറിയൽ, രോഗപ്രതിരോധം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് രോഗങ്ങളാണ്. അത്തരത്തിൽ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ മൃഗസംരക്ഷണ വകുപ്പ് വളരെ കൃത്യമായി, ചിട്ടയായി, ശാസ്ത്രീയമായി വീടുകളിൽ വന്ന് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പ്രധാനമായിട്ടും നമുക്ക് വരാവുന്ന ചികിത്സ ലഭ്യമല്ലാത്ത രോഗങ്ങളായിട്ടുള്ള കുളമ്പ് രോഗം, അതുപോലെ തന്നെ ചർമ്മമുഴ രോഗം, അതുപോലെ ബ്രൂസല്ല രോഗം, ഇത്തരം രോഗങ്ങൾക്കെല്ലാം ഉള്ള ചിട്ടയായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ
വീടുകളിൽ വന്ന് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറും മറ്റുള്ള ജീവനക്കാരും ഒക്കെ വന്ന് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രോഗപ്രതിരോധ നടപടികൾ കൃത്യമായി സ്വീകരിക്കുക എന്നുള്ളത് ഇത് വളരെ പ്രധാനമാണ്. കാരണം 10 ലിറ്ററോ 20 ലിറ്ററോ പാലുൽപാദന ശേഷിയുള്ള ഒരു പശുവിന് ഒരു കുളമ്പ് രോഗം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർമ്മമുഴ രോഗം വരികയാണെങ്കിൽ, ആ ഒരു ചത്തില്ലെങ്കിലും അത് കർഷകന് സാമ്പത്തിക ബാധ്യതയായി നിലനിൽക്കുന്ന, യാതൊരു ആദായവും ഇല്ലാതെ ആ ഒരു കർഷകനെ ആ മേഖല വിടാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറുന്നതാണ് രോഗങ്ങൾ. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന എല്ലാ പ്രതിരോധ നടപടികളും കൃത്യമായി ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില രോഗങ്ങൾ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് അകിടുവീക്കം, അല്ലെങ്കിൽ മറ്റുള്ള വിഷബാധകൾ, ഇങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ ചെയ്യുക. വിഷച്ചെടികളൊന്നും തിന്നാതിരിക്കാൻ ശ്രദ്ധിക്കുക. അകിടുവീക്കം പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ശാസ്ത്രീയമായ പരിപാലന മുറകൾ കൃത്യമായി ചെയ്യുക. തൊഴുത്തും പരിസരവും കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കുക. രോഗം എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടം ഈ മേഖലയിൽ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, രോഗങ്ങൾ തിരിച്ചറിയുക, രോഗപ്രതിരോധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വിപണനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ന്യായമായ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, കൃത്യമായ വിലയ്ക്ക് വിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കർഷകന് എത്ര രൂപ ചിലവ് വരും? ഒരു 50 രൂപയിലധികം എന്തായാലും ചിലവ് വരും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യായമായ വില പാലിന് കിട്ടണം എന്നുള്ളത് അത്യാവശ്യമാണ്. ക്ഷീരസംഘങ്ങളിൽ നമ്മൾ പാൽ കൊടുക്കണം. ക്ഷീരസംഘങ്ങളിൽ കൊടുക്കണം. കാരണം ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഉൽപ്പാദന ബോണസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഈ വിഷുവൊക്കെ വരുമ്പോൾ നമുക്ക് ബോണസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പെൻഷൻ സ്കീംസ് ഉണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതേസമയം നമ്മുടെ വിൽപ്പന എന്ന് പറയുന്നത് പൂർണ്ണമായും ക്ഷീരസംഘത്തെ മാത്രം ആശ്രയിച്ചാവാൻ പാടുണ്ടോ? അല്ലാത്ത രീതികൾ നമ്മൾ ആലോചിക്കേണ്ടി വരും. ക്ഷീരസംഘത്തിൽ കൊടുക്കണം, ക്ഷീരസംഘത്തിലെ മെമ്പർഷിപ്പ് നമുക്ക് വേണം, അവിടെ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വേണം, എല്ലാം വേണം. അതേസമയം ചെറിയ രീതിയിൽ മറ്റ് പാൽ, ഇപ്പം 1 ലിറ്റർ പാല് 60 രൂപയ്ക്കും 70 രൂപയ്ക്കും വിൽക്കുന്ന ആളുകളുണ്ട്. 60 രൂപയ്ക്കും 70 രൂപയ്ക്കും വിൽക്കുന്ന ആളുകളുണ്ട്. അവരും ക്ഷീരസംഘത്തിൽ കൊടുക്കുന്നുണ്ട്. വലിയൊരളവ് പാല് ക്ഷീരസംഘത്തിൽ കൊടുക്കുന്നുണ്ടാവും. കുറേ പാല് മറ്റ് സ്ഥലങ്ങളിൽ വിൽക്കുന്നുണ്ടാവും, വീടുകളിൽ എത്തിക്കുന്നുണ്ടാവും, മോരാക്കുന്നുണ്ട്, തൈരാക്കുന്നുണ്ട്, വെണ്ണയാക്കി, വെണ്ണ ഉരുക്കി നെയ്യാക്കുന്നവരുണ്ട്. അതേസമയം ക്രീം സെപ്പറേറ്റ് ചെയ്ത് ഐസ്ക്രീം കമ്പനികൾക്ക് ക്രീം കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വിൽപ്പനയിൽ നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ വിൽക്കാൻ സാധിക്കും, ആ രീതിയിൽ വിൽക്കുന്നതിന് വേണ്ടുന്ന ഒരു സ്മാർട്ടായിട്ടുള്ള ഇടപെടൽ, വിൽപ്പനയിലുള്ള ഒരു ശ്രദ്ധ നമ്മുടെ കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പാൽ ഉൽപ്പന്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പാലായി വിൽക്കുന്നതിന് പകരം കുറച്ചെങ്കിലും പാല് ബാക്കി, വൈകുന്നേരമൊക്കെ വരുന്ന പാല് നമുക്ക് മോരാക്കി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ, മോരിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലാക്കി മാറ്റുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആദായത്തിൽ 20% വർധനവുണ്ടാവും. അതുപോലെ തന്നെ നല്ല നെയ്യ് നമ്മുടെ വീട്ടിലുണ്ട്. ഇതിനൊന്നും വലിയ ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ മോരാക്കുന്നതിന് എന്താ ഉപകരണം ആവശ്യമുള്ളത്? നെയ്യാക്കുന്നതിന് എന്താ ഉപകരണം ആവശ്യമുള്ളത്? അതേസമയം നല്ല ഉപകരണങ്ങൾ ആവശ്യമുള്ള കുറച്ചും കൂടി ഹൈലാൻഡ് പ്രോഡക്ട്സ് ഉണ്ട്. അതിപ്പോൾ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അതേസമയം ചെറിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആദായം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പോട്ടെ, അയ്യോ എല്ലാം അത് കുറേ ഫോണ്ടിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ ചാണകം, പാല് മാത്രമല്ല, പാല് നമ്മുടെ പാലുൽപ്പന്നങ്ങൾ ആ രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ ജൈവവളം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. ജൈവവളത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ, സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ചാണകം വളക്കുഴിയിലാണ് ഇടുന്നത്, അല്ലേ? വളക്കുഴിയിലിടുന്നു. വളക്കുഴിയിലിട്ട് കഴിയുമ്പം ചിലർ പറയുന്നത് അവിടെ നിന്ന് വെച്ചാൽ, അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ വളക്കുഴിയിൽ ചാണകം ഇടുന്നില്ല. ചാണകം എല്ലാം തന്നെ പുറത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ കൂട്ടിയിട്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ വളക്കുഴിയിൽ ഇട്ട് കഴിയുമ്പം അവിടുന്ന് കോരി എടുക്കാൻ വേണ്ടി ഒരാൾക്ക് കൂലി 800 രൂപ കൊടുക്കേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത്. അതേസമയം കുഴിയിലിടാതെ ഒരു ഷെഡ് കെട്ടി ആ ഷെഡിൽ
കൂമ്പാരം കൂട്ടിയിട്ട് കഴിയുമ്പം അത് കൃത്യമായിട്ട് ഉണങ്ങി നല്ല പൊടിയായി മാറുകയും ചെയ്യുന്നു. യാതൊരു നാറ്റവും ഇല്ല, കൃത്യമായിട്ട് വിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് രീതിയിലാണോ, കാരണം നമ്മുടെ പാല് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ ജൈവവളവും. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ നമുക്ക് വിൽക്കാൻ സാധിക്കുക. അതിൽ നിന്നും ജീവാമൃതമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ ഗോമൂത്രം പല ആവശ്യങ്ങൾക്കും നമ്മുടെ ഈ ആല കഴുകിയ വെള്ളവും മൂത്രമൊക്കെ കൂടി ഒരു ടാങ്കിൽ ശേഖരിച്ചുകൊണ്ട് പച്ചക്കറി, ചീര അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ കൃത്യമായി അത് കോരി ഒഴിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇത് എന്താ സാധനം എന്നറിയോ? ഇത് ചാണകത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന പാവകളാണ്. ചാണകത്തിന് ഉണക്കി, ചാണകം കൊണ്ട് നമ്മൾ വരടിയൊക്കെ ഉണ്ടാക്കാറില്ലേ? കത്തിക്കാൻ വേണ്ടി വരടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചാണകം ഉണക്കി അതിന് പെയിൻ്റ് അടിച്ചിട്ട് ഇത് നമ്മുടെ ഈ എക്സിബിഷൻ സ്റ്റാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ 50 രൂപ എന്ന് പറഞ്ഞാൽ വാങ്ങൂലേ? വാങ്ങും. അപ്പോൾ ഈ രീതിയിൽ പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇതാ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ചിത്രം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ആലയുടെ സൈഡിൽ അവർ ഒരു ഷീറ്റ് കെട്ടിയിട്ട് ചാണകമൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുക. ചാണക കുഴിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു നാറ്റവും ഇല്ല, ഒരു നല്ല പൊടിയായിട്ട് മാറും. ഇഷ്ടംപോലെ ആൾ വന്ന് കൊണ്ടുപോയിക്കോളും. അഡീഷണൽ തൊഴിലാളികളുടെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ വിൽക്കുന്ന കാര്യത്തിലുള്ള ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. ചാണകം 1 കിലോ 2 കിലോ പാക്കറ്റാക്കി വിൽക്കുമ്പോൾ ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് നല്ല വിലക്ക് വിൽക്കാൻ സാധിക്കും. പല കർഷകരും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാണകം കൊണ്ടുപോകാൻ ആളില്ല. പ്രത്യേകിച്ചും റോഡ് സൗകര്യങ്ങളില്ലെങ്കിൽ ഇത് കടത്തി കൊണ്ടുപോകാൻ ആളെ കിട്ടാത്ത പ്രശ്നങ്ങൾ, ആവശ്യത്തിന് വില കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം എന്നുള്ളത്. ഫോണ്ടിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ഇത് ഗോമൂത്രത്തിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ചില സ്ലൈഡുകൾക്കൊക്കെ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, ഫോണ്ടിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ജൈവ കൃഷി അനുബന്ധ ഉൽപ്പന്നങ്ങൾ, മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജീവാമൃതം ഉണ്ടാക്കുന്നവരുണ്ടോ? ജീവാമൃതം എന്ന് പറഞ്ഞിട്ട് പല കോമ്പിനേഷനിൽ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചാണകം, ഗോമൂത്രം, അതുപോലെ തന്നെ ശർക്കര, ചെറുപയർ, മണ്ണ്, വെള്ളം, ഇതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ എക്സിബിഷനിലൊക്കെ കുപ്പികളിലാക്കിയിട്ട് വിൽക്കാറുണ്ട്. ആ രീതിയിലുള്ള ജീവാമൃതം, അത് അത്രയും അളവ് വെള്ളം കൂടി ചേർത്ത് പച്ചക്കറിക്കും ചെടികൾക്കും ഒക്കെ തെളിക്കാവുന്ന രീതിയിൽ ഇതൊക്കെ നമുക്ക് ആദായം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ പാലുൽപ്പന്നങ്ങൾ, ചാണകം, മൂത്രം, ഇതൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങളാണെന്ന് പറഞ്ഞാലും ഈ മേഖലയിലുള്ള പശു വളർത്തലിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് കന്നുകുട്ടിയാണ്. അത് നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നതാണ്. കാരണം നല്ല ഒരു കന്നുകുട്ടി, നമ്മുടെ ഒരു 280-290 ദിവസം കാത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന കന്നുകുട്ടി, നമ്മുടെ കേരളത്തിൽ ജനിക്കുന്ന കന്നുകുട്ടികളെല്ലാം തന്നെ വളരെയധികം ജനിതക ഗുണമുള്ള നല്ല ഉൽപാദനശേഷിയുള്ള കറവ പശുക്കളായി മാറാൻ സാധ്യതയുള്ള കന്നുകുട്ടികളാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ജനിക്കുന്ന മിക്കവാറും കന്നുകുട്ടികൾ കൃത്രിമ ബീജദാന പ്രക്രിയയിലൂടെയാണ് നല്ല ഉൽപാദനക്ഷമതയുള്ള കന്നുകുട്ടികളാണ്. അപ്പോൾ ഇത്തരം കന്നുകുട്ടികളെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് കർഷകർ വേണ്ട രീതിയിൽ ഇതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം തീറ്റ നൽകുന്ന കാര്യത്തിൽ, കന്നുകുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വേണ്ട ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത്തരം കന്നുകുട്ടികൾ 15 മാസമോ 18 മാസമോ ആകുമ്പം മതിലക്ഷണങ്ങൾ കാണിക്കേണ്ടതിന് പകരം പല വീടുകളിലും 2.5 വയസ്സും 3 വയസ്സും ഒക്കെ ആയിട്ടാണ് മതിലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അത്രയും കാലം നമ്മുടെ പരിപാലന ചെലവ്, തീറ്റ ചെലവ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ചെലവാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനാണ് മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നത്. കേരളത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് സ്ഥാപിതമായത് 1956-ലാണ്. 1956 സ്ഥാപിതമായ മൃഗസംരക്ഷണ വകുപ്പ് 1976 മുതൽ നടപ്പിലാക്കി വരുന്ന കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ഉപകാരപ്രദമായ, നമ്മളെ കേരളത്തിൽ നല്ല കറവ പശുക്കളെ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് കന്നുകുട്ടി പരിപാലന പദ്ധതി എന്നുള്ളത്. ക്ഷീരോത്പാദന മേഖലയിലെ ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ടുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് 1976 മുതൽ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതിയാണ് കന്നുകുട്ടി പരിപാലന പദ്ധതി. 1997 മുതൽ അത് ക്ഷീരസംഘങ്ങളിലൂടെ നടപ്പിലാക്കി വരുന്നു. എന്താണ് ഈ പദ്ധതി ചെയ്യുന്നത്? നമുക്ക് ജനിക്കുന്ന ഈ നല്ല കന്നുകുട്ടികളെ 4 മാസത്തിനും 6 മാസത്തിനും ഇടയിൽ പ്രായത്തിൽ ഈ പദ്ധതിയിലേക്ക് ചേർക്കുകയും ഇതിനാവശ്യമായ തീറ്റ 50% സബ്സിഡിയോടുകൂടി ക്ഷീരസംഘങ്ങൾ വഴി വിതരണം ചെയ്യുക, രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക, വിരമരുന്ന് നൽകുക,
ശാസ്ത്രീയമായ കന്നുകുട്ടി പരിപാലനത്തെപ്പറ്റി കർഷകർക്ക് ബോധവൽക്കരണം നൽകുക, കന്നുകുട്ടികൾ നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാക്കുക. ഇത്തരത്തിൽ സമഗ്രമായ രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കന്നുകുട്ടികളെ നല്ല കറവ പശുക്കളാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ സംരംഭമാണ് കന്നുകുട്ടി പരിപാലന പദ്ധതി എന്നുള്ളത്. ഇത് എങ്ങനെ ഒന്നിന് കിട്ടി, അതന്നെ കറക്റ്റ്. 5 കന്നുകുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിൽ ഒരു കന്നുകുട്ടിക്ക് തീറ്റ കിട്ടിയാൽ ഗുണമുണ്ടോ? ഒരിക്കലും ഇല്ല. ആ ഒരു കന്നുകുട്ടിക്ക് കിട്ടുന്ന തീറ്റ നിങ്ങൾ എന്ത് ചെയ്യും? വീതിച്ച് 5 ആക്കും കൊടുക്കും. അവസാനം ഒരു ഗുണവും ഇല്ല കേട്ടോ. അങ്ങനെ ആവരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ജനിക്കുന്ന മുഴുവൻ കന്നുകുട്ടികൾക്കും കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കണം. വേണം. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഈ കന്നുകുട്ടി പരിപാലന പദ്ധതി എന്ന് പറയുന്നത് ഈ മേഖലയെ സംരക്ഷിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്ത് ജനിക്കുന്ന മുഴുവൻ സങ്കര ഇനം കന്നുകുട്ടികൾക്കും ലഭ്യമാക്കണം. റൈറ്റ്. അപ്പോൾ ശാസ്ത്രീയമായ കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ പരിശീലനം നൽകുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കുറേയധികം കന്നുകുട്ടികൾ ജനിക്കുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതാണ്, നല്ല കന്നുകുട്ടികൾ ധാരാളമായി ജനിക്കുന്നു. ഈ കന്നുകുട്ടികളെ പല കാരണം കൊണ്ടും നമുക്ക് കൃത്യമായി പോഷകങ്ങൾ നൽകി വളർത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ 3-4 വയസ്സ് പ്രായമാകുമ്പോൾ മാത്രമേ പ്രത്യുൽപാദന സജ്ജമാകുന്നുള്ളൂ. അപ്പോൾ ഇത് മാറ്റണം. ആവശ്യമായ പോഷകങ്ങൾ കൃത്യസമയത്ത് നൽകുകയും ഏറ്റവും പെട്ടെന്ന് നല്ല കറവ പശുക്കളാക്കി മാറ്റാനും നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ പദ്ധതിയിൽ ഇപ്പം നൽകുന്നത് 4-ാം മാസമുള്ള കന്നുകുട്ടിക്ക് 30 കിലോ തീറ്റയും 5-ാം മാസവും 6-ാം മാസവും 45 കിലോയും 7-ാം മാസം മുതൽ 18 മാസം വരെ 60 കിലോയും 19-ാമത്തെ മാസം മുതൽ 30-ാമത്തെ മാസം വരെ 75 കിലോ ആണ് നൽകുന്നത്. 12,500 രൂപയാണ് മാക്സിമം സബ്സിഡി. അതിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം തീറ്റയുടെ വില ഒരുപാട് വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ 30 മാസം വരെ തീറ്റ നൽകാൻ ഈ 12,500 രൂപ എന്ന് പറയുന്ന സബ്സിഡി മതിയാവുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത് പരിഗണനയിലാണ്. അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കർഷകന് ഒരു കന്നുകുട്ടിക്ക് നൽകുന്ന ആനുകൂല്യം സബ്സിഡി എന്ന് പറയുന്നത് 25,000 രൂപയായെങ്കിലും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കന്നുകുട്ടി പരിപാലന പദ്ധതി ഫലപ്രദമാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ പ്രാധാന്യം. ഇന്നത്തെ കന്നുകുട്ടികളാണല്ലോ നാളത്തെ കറവ പശുക്കൾ, അല്ലേ? അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നല്ല കന്നുകുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ നമുക്ക് ഏറ്റവും നല്ല പശുക്കളാക്കി മാറ്റാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇനി നമ്മൾ ഈ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് നമ്മൾ പറഞ്ഞു, അല്ലേ? പാലിന് വിലയില്ല, പിന്നെ ആളുകൾക്ക് താല്പര്യമില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല നമ്മുടെ ഉത്തരവാദിത്തം. മൃഗസംരക്ഷണ വകുപ്പായാലും ശരി, ക്ഷീരകർഷകരായാലും ശരി, ക്ഷീരസംഘങ്ങളായാലും ശരി, നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളായാലും ശരി, സംസ്ഥാന സർക്കാർ ആയാലും ശരി, കേന്ദ്ര സർക്കാർ ആയാലും ശരി, എന്താണ് പ്രശ്നം? ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? എങ്ങനെ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് കർഷകരെ ഈ മേഖലയിൽ സന്തോഷത്തോടുകൂടി ആദായകരമായി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ആദായം വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതൊരു സംരംഭം ആയിക്കോട്ടെ, നമുക്ക് ആദായമുണ്ട് എങ്കിൽ അത് ചെയ്യാൻ ആളുകൾ തയ്യാറാവും, ഇല്ലേ? ആദായമുണ്ട് എങ്കിൽ, വരുമാനമുണ്ട് എങ്കിൽ അത് ചെയ്യാൻ ആളുകൾ തയ്യാറാവും. അപ്പോൾ വരുമാനം ഈ മേഖലയിൽ നിന്നുള്ളത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ആദായം വർദ്ധിപ്പിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം പാൽ വിൽപ്പനയിൽ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പാൽ വിൽപ്പനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വിലക്ക് വിൽക്കാൻ സാധിക്കണം. ക്ഷീരസംഘങ്ങളിൽ വിൽക്കണം. കൂടാതെ മറ്റ് ചാനലുകൾ നമ്മൾ ചിന്തിക്കണം. ആ രീതിയിൽ കൂടി വിൽപ്പന നടത്തണം. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, സ്മാർട്ടായിട്ട് വിൽപ്പന നടത്തണം, കൃത്യമായ വിലക്ക് വിൽക്കാൻ സാധിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം. വെറും പാലായി വിൽക്കാതെ മോരായോ തൈരായോ നെയ്യായോ ക്രീമായോ മറ്റു രീതിയിലോ നമുക്ക് വിൽക്കാനുള്ള സംവിധാനം അവരവരുടെ സൗകര്യത്തിനനുസരിച്ച്, അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്ന രീതിയിൽ വിൽപ്പനയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശാസ്ത്രീയമായ പരിപാലന മുറകൾ അനുവർത്തിക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് തെറ്റായിരിക്കും. തെറ്റ് മീൻസ് അനാവശ്യമായിരിക്കും. അതായത് ചിലവ് കൂടുതൽ ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ
തീറ്റ നൽകുക, അല്ലെങ്കിൽ ശാസ്ത്രീയമായ തൊഴുത്തല്ലാത്തതുകൊണ്ട് പല രോഗങ്ങളും വരിക, അതിൻ്റെ ചികിത്സാ ചെലവുകൾ വരിക, കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പിന് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരുമ്പം അത് ചെയ്യാതെ രോഗങ്ങൾ വരിക, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ചെയ്യാത്തത് കൊണ്ട് മാത്രം ചില മാരക രോഗങ്ങൾ പുറപ്പെടുക പിടിപെടുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിപാലന മുറകൾ നമ്മൾ അനുവർത്തിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. തീറ്റപ്പുൽ കൃഷി വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞു തീറ്റയുടെ ചിലവാണ് 76% വരുന്നത് തീറ്റ ചിലവാണ്. അതുകൊണ്ട് തന്നെ തീറ്റപ്പുൽ കൃഷിയിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. രോഗപ്രതിരോധ നടപടികൾ, എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും ചെയ്യണം. രോഗം വരുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ചികിത്സ ലഭ്യമാകണം. രോഗം വരാതിരിക്കാനുള്ള ശാസ്ത്രീയ പരിപാലന മുറകൾ നമ്മൾ അനുവർത്തിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഉരുക്കളെ കൊണ്ടുവരുന്നത് നിയന്ത്രിച്ചേ പറ്റൂ. നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലുള്ള പശുക്കളിൽ ഇപ്പോൾ കാണുന്ന പല രക്തത്തെ ബാധിക്കുന്ന രോഗങ്ങളും, തൈലേരിയോസിസ്, അനാപ്ലാസ്മോസിസ് പോലെയുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മുമ്പ് കൂടുതലായിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇപ്പോൾ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിലോ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പദ്ധതിയിലോ ഒന്നും സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറയുന്നില്ല. ചില പദ്ധതികളിൽ പറയുന്നുണ്ടെങ്കിലും അതും മാറ്റേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ചില തെറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പറ്റുന്നുണ്ടാവാം, പക്ഷെ അത് മാറേണ്ടിയിരിക്കുന്നു. കാരണം പല രോഗങ്ങളും കർഷകർ 25 ലിറ്റർ പാല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്ന പശുവിന് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 ലിറ്റർ പോലും പാല് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അന്യ സംസ്ഥാനത്തിൽ നിന്നും പശുക്കളെ കൊണ്ടുവന്ന് അവിടുത്തെ സാഹചര്യം വേറെ, പല രോഗങ്ങളും ഇങ്ങോട്ട് വരുന്നു. കർഷകൻ രോഗം കാരണം അതിനെ ചികിത്സിച്ച് മടുത്ത് വിൽക്കുന്ന സാഹചര്യം വരുന്നു, ഈ മേഖല വിടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. അതിനുള്ള പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കന്നുകുട്ടികൾ വളരെ ഉൽപ്പാദന ശേഷിയുള്ള നല്ല കന്നുകുട്ടികളാണ്. ഈ കന്നുകുട്ടികളിൽ ഭൂരിപക്ഷം എണ്ണവും നല്ല രീതിയിൽ പരിചരണം കിട്ടാതെ, നല്ല രീതിയിൽ സംരക്ഷിക്കാതെ ചത്തുപോവുകയോ അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത ക്ഷയിക്കുകയോ ചെയ്യുകയാണ്. ഇത്തരം കന്നുകുട്ടികളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന നല്ല കന്നുകുട്ടികളെ എത്രയും നേരത്തെ നല്ല കറവ പശുക്കളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടത്. തെറ്റുകൾ പലർക്കും സംഭവിക്കാം. ഞാൻ ചെയ്യുന്ന തെറ്റ് ചിലപ്പോൾ ഇന്ന് ചെയ്യുന്ന തെറ്റ് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിൽ വേണ്ട മാറ്റങ്ങൾ നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് ന്യായീകരണങ്ങളല്ല. നമുക്ക് വേണ്ടത് പറ്റുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ മേഖലയെ നമുക്ക് ഉൽപ്പാദന വർധനമുണ്ടാക്കിക്കൊണ്ട് ആദായം ഉണ്ടാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായും നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കളുടെ ഉൽപ്പാദനം വളരെ കുറവാണ്. അതിന് രോഗങ്ങൾ കൂടുതലാണ്. അതിലൂടെ മറ്റ് പശുക്കൾക്ക്, ഇവിടെയുള്ള പശുക്കൾക്ക് കൂടി രോഗങ്ങൾ പകരുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഉരുക്കളെ കൊണ്ടുവരുന്നതിന് പകരം നമ്മുടെ സംസ്ഥാനത്ത് ജനിക്കുന്ന കന്നുകുട്ടികളെ തന്നെ ശാസ്ത്രീയമായ പരിപാലന മുറകൾ അനുവർത്തിച്ചുകൊണ്ട് ആവശ്യമായ തീറ്റ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അത്തരം കന്നുകുട്ടികളെ നല്ല കറവ പശുക്കളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇൻഷുറൻസ് നിർബന്ധമാകണം. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ 5 കന്നുകുട്ടി ഉണ്ടെങ്കിൽ ഒരു കന്നുകുട്ടിക്ക് കന്നുകുട്ടി തീറ്റ കിട്ടിയാൽ മതിയോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ 5 നല്ല ഉൽപ്പാദന ശേഷിയുള്ള പശുക്കളുണ്ടെങ്കിൽ ആ 5 പശുക്കളെയും നമുക്ക് സർക്കാർ സബ്സിഡിയോടുകൂടി ഇൻഷുർ ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കർഷകർ ഒന്നും ചെയ്താൽ പോരാ, അതെ ഒന്നിനാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം നമുക്ക് കണ്ണൂർ ജില്ലയിൽ 2640 പശുക്കളെയാണ് ഇൻഷുർ ചെയ്യാനുള്ളത് കിട്ടിയത്. സംസ്ഥാനത്ത് ആകെ ചെയ്തത് 40,000 ചില്ലറയാണ്. സംസ്ഥാനത്ത് ആകെ എത്ര ഉരുക്കളുണ്ട്? കറവ പശുക്കൾ തന്നെ ഒരു 4 ലക്ഷത്തിലധികം എന്തായാലും വരും. 10 ലക്ഷത്തിലധികം ഒരിക്കലും നമുക്ക് മൊത്തത്തിലുണ്ടാവും, അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ മുഴുവൻ നല്ല പശുക്കളെയും പൂർണ്ണമായും സർക്കാർ സബ്സിഡിയോടുകൂടി ഇൻഷുർ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ടാവണം. വന്ധ്യത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പല വീടുകളിലും പോകുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും, ഞാൻ അതിനെ പശുവിനെ 10 പ്രാവശ്യം കുത്തിവെച്ചു, ഇതുവരെ ഗർഭധാരണം നടന്നിട്ടില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അത് കൃത്യമായി ഗർഭധാരണം നടക്കണം. അതിൽ ഞാൻ വിശദമായിട്ട് വരാം. കൃത്യമായിട്ടുള്ള ഗർഭധാരണം നടക്കുകയും പ്രസവം നടക്കുകയും ചെയ്യണം. അങ്ങനെ പ്രസവിക്കുന്നില്ല എങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കണം. ചികിത്സ ലഭ്യമാക്കാൻ പറ്റാത്ത, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഉടനെ തന്നെ അത്തരം ഉരുക്കളെ ഒഴിവാക്കണം. അല്ലാതെ 15 പ്രാവശ്യവും 20 പ്രാവശ്യവും കൃത്രിമ ബീജദാനം ചെയ്ത് പ്രസവിക്കുന്നു പറഞ്ഞിട്ട് കാത്തു നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത്തരത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉള്ളതിനെ ഒഴിവാക്കുന്ന കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ നമുക്ക് ആദായകരമാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.